പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ, ലോകത്ത് ഏറ്റവും ഖൈറായ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളാരാണ്? പ്രവാചകൻ്റെ വാക്ക് മൻ ത്വാല ഉംറുഹു വഹസുന അമലു. ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്തു. ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽപ്രവർത്തനങ്ങൾ അയാൾ കൂടുതൽ ചെയ്തു. അഥവാ തഖ്വയുള്ള, ഈമാനുള്ള, സ്വർഗത്തിന് കാരണമാകുന്ന സൽപ്രവർത്തനങ്ങൾ ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് അധികമായി ചെയ്തു. അയാളെയാണ് അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം. എങ്കിൽ നബിയെ, ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളാരാണ്? പ്രവാചകന്റെ വാക്ക് മൻ ത്വാല ഉംറുഹു. ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്തു. വസാ അമലുഹു. ആ കൊടുത്ത ദീർഘായുസ് കൊണ്ട് പടച്ചോനിഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അയാൾക്ക് നേരം കിട്ടിയില്ല. അയാൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ദീർഘായുസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അയാളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത്. സഹോദരങ്ങളെ, നമ്മൾക്ക് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകാനാണല്ലോ സത്യത്തിൽ നമ്മൾ ഈ നോമ്പുറ്റ് ഒരു ദിവസം മുഴുവൻ ദീന് കേട്ട് നമ്മളാൽ കഴിയുന്ന ദാനധർമ്മം നിർവഹിച്ച് നമ്മൾ ഖുർആനൊക്കെ ഓതുന്നത് പടച്ചോൻ ഏറ്റവും പ്രിയപ്പെട്ടവരാകാനാണ്. ആ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടവരും അള്ളാഹു നൽകിയ ദീർഘായുസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടു പേർക്കും അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ ത്വാല ഉംറുഹു. അള്ളാഹു ദീർഘായുസ് കൊടുത്തു. ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കിട്ടിയ ദീർഘായുസിനെ പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗിച്ചു. രണ്ടാമത്തെ ആള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ആ ദീർഘായുസിനെ നഷ്ടപ്പെടുത്തി.